പേപ്പർ വാങ്ങിക്കും. ചെരിഞ്ഞ് നിൽക്കടാ, കുനിഞ്ഞു നിൽക്കടാ എന്ന് പറയും. അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ്. ലാൽ സാറിനെക്കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനാണ്. സത്യമല്ലേ? ഇതൊരു ഓഡിയോന്റെ ആദ്യത്തെ ഓഡിയോ ലോഞ്ച് തോന്നുന്നു. സത്യമല്ലോ. കാരണം ഇതിന് മുന്നേയുള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസർ എന്നെ ഓഡിയോ ലോഞ്ചിലൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ്. പ്രൊഡ്യൂസറുടെ ഇരിപ്പുണ്ട്. പുള്ളി നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന്. ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ ഇതേ പ്രസ് മീറ്റിന് വിളിച്ചു വരുന്നത് അളിയൻ. കാരണം ഇതേ വേദിയിലിരുന്ന് അളിയനൊരു പ്രശ്നത്തിന് തിരികൊടുത്തു. അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. കറക്റ്റ്. എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ 20-ാം തീയതി നടക്കുന്നുണ്ട്. അതിന് എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ. അപ്പൊ എന്തായാലും അനൂപേട്ടന് തുടങ്ങാം. കാരണം അനൂപേട്ടനുമായിട്ട് എന്റെ സിനിമയിലെ എന്നെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന അനൂപേട്ടനിൽ നിന്ന് തുടങ്ങണം. കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ, ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മാമന്റെ കൂടെ 916 എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ്. അന്ന് അനൂപേട്ടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം. കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ്. അനൂപേട്ടനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ. കാരണം എന്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനൂപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ. കാരണം ഇടക്കിടക്ക് എന്റെ കയ്യിൽ 2-3 പേപ്പർ വാങ്ങിക്കും. ചെരിഞ്ഞ് നിൽക്കടാ, കുനിഞ്ഞു നിൽക്കടാ എന്ന് പറയും. അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ്. അതിന്റെ പാടുകൾ ആ സിനിമയാണ്. അതിനോട് മറന്നോ? ആ സിനിമയാണ് ട്രിവാൻഡ്രത്തില്ല, ഡേവിഡ് ആൻഡ് ഗോളിയാത്ത്. അങ്ങനെ അന്ന് അനൂപേട്ടൻ എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനാണ്. സത്യമല്ലേ? സത്യം 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 സത്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.